ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ആരാന്നൊക്കെ ഞാൻ വഴിയേ പറയാം, ചിലപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആളൊരു യൂട്യൂബറാണ്. ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നു 1-2 കൊല്ലത്തിന് മേലെ ആയിട്ടുണ്ട് പരിചയപ്പെട്ടിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പലതവണ കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ യൂട്യൂബിലുള്ള ഫ്രണ്ട്സിന് എനിക്ക് കുറേ ശ്രമിച്ചിട്ടാണ് എനിക്ക് അവരൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ. അതിപ്പോൾ എൻ്റെ ഒരുവിധം എല്ലാ യൂട്യൂബ് ഫ്രണ്ട്സിനും എനിക്ക് അങ്ങനെയാണ്. ഒരാളെ കല്യാണത്തിന് കണ്ടു, ശ്രുതി ചേച്ചീൻ്റെ, ദേവുവിനെ എൻ്റെ കല്യാണ സമയത്ത് കണ്ടു. എൻ്റെ കല്യാണത്തിന് വരാൻ പറ്റാത്ത ഒരാളെയാണ് ഇന്ന് പോയിട്ട് കാണാൻ പോണത്. ആൾ കല്യാണത്തിന് അന്ന് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആൾ അമ്പലത്തിൽ കയറി തൊഴാൻ പോയപ്പോൾ ചെറുതായിട്ട് അവിടെ ഒന്ന് പെട്ടുപോയി ക്യൂവിൽ. അതുണ്ടായത്. അപ്പോൾ എനിക്കന്ന് ആളെ കല്യാണത്തിന് അന്ന് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ ആളെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് റെഡി ആയിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും റെഡി ആയിട്ടില്ല, കണ്ണെഴുതി ലിപ്സ്റ്റിക്ക് ഇട്ടു, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. യെസ്, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. സോ അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഉള്ളത്, ഇന്ന് ആളുടെ പിറന്നാളാണ് കേട്ടോ, ബർത്ത്ഡേ ആണ്. ഞാൻ രാവിലെ വിളിച്ച് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആൾക്ക് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സാധനം കയ്യിലെത്തിയില്ല. അതെന്താണെന്നറിയില്ല, സ്റ്റക്കായതാണ് കൊറിയർ സർവീസിൽ. ഇനി ആൾക്ക് ഞാൻ കൊറിയർ അയക്കാമെന്നാണ് വിചാരിക്കേണ്ട ആ ഒരു സംഭവം. അഡ്രസ്സൊക്കെ ചോദിച്ച് കൊറിയർ അയക്കാമെന്ന്. ഞാൻ ആളുടെ ബർത്ത്ഡേ ആണ്. പിന്നെ ഇന്ന് ആളുടെ സ്റ്റുഡൻസിൻ്റെ അരങ്ങേറ്റമാണ്. ആൾ ഡാൻസ് ടീച്ചറാണ്. ഇപ്പം തന്നെ ആളെന്ന് മനസ്സിലായിട്ടുണ്ടോ. അപ്പോൾ ആളുടെ സ്റ്റുഡൻസിൻ്റെ അരങ്ങേറ്റം കൂടിയാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നാളെ ഗുരുവായൂർക്ക് വരുന്നത്. അപ്പോൾ ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാമെന്ന്. പക്ഷേ എന്താ ചെയ്യുക, കൊറിയർ നമ്മളെ ചതിച്ചു. സ്റ്റക്കായി കിടക്കുകയാണ് തൃശ്ശൂർ. സാധനം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോയായിരുന്നു. എന്നാലും ഞാനത് അവളോട് പറയാം. ഗിഫ്റ്റ് വരുന്നുണ്ട്, പക്ഷേ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് ഗിഫ്റ്റ് തരാൻ പറ്റിയില്ല. ചെറിയൊരു വിഷമമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാനും അമ്മയും കൂടി പോകാമെന്നാണ് വിചാരിക്കുന്നത്. വൈകിട്ടായതുകൊണ്ട് പിന്നെ ഒറ്റയ്ക്ക് പോകാൻ ഇതില്ല. അപ്പോൾ പിന്നെ ഞാനും അമ്മയും കൂടി പോകാൻ വിചാരിച്ചു. എനിക്ക് ഇന്നത്തെ എൻ്റെ ഈ ഒരു കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല രസമുണ്ട്. പിന്നെ ഞാൻ പണ്ടത്തെ പോലെ കണ്ടോ, എല്ലാം ഞാൻ ഫുള്ളാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണോടി ഉണ്ട്, പക്ഷെ അത് ഹോൾ അടഞ്ഞു. അതാണ് ലാസ്റ്റ് പിയേഴ്സിങ് ചെയ്തത്. അതുകൊണ്ട് അത് കുറച്ച് കാലം ഇടാതിരുന്നാൽ പെട്ടെന്ന് അടയും. ഇതൊക്കെ പിന്നെ ഞാൻ 11th-ലോ 10th-ലോ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. 12th ഇതിപ്പോൾ ഒരു 2 years ആയിരുന്നു ഓൾമോസ്റ്റ്. യെസ്, അപ്പോൾ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. എന്താണെന്ന് അറിയില്ല, എനിക്കിങ്ങനെ യൂട്യൂബിലെ ഫ്രണ്ട്സിനൊക്കെ നേരിട്ടിട്ട്, അതായത് നമ്മൾ ഇത്രയും കാലം സ്ക്രീനിൽ കണ്ട ആളുകളെ നേരിട്ട് ഇങ്ങനെ കാണുക, സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്തോ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അതായത് എൻ്റെ എല്ലാ യൂട്യൂബ് ഫ്രണ്ട്സിനെ കാണുമ്പോഴും, ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ കേട്ടോ, 2ാമത് 3ാമത് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഇതൊക്കെ പോകും. പക്ഷേ ആദ്യമായിട്ട് അവരെ നമ്മൾ ഇത്രയും കാലം അവരിങ്ങനെ ഫോണിലൂടെ അല്ലെങ്കിൽ വീഡിയോ കോളിലൂടെ ഒക്കെ അല്ലേ കണ്ടേക്കുന്നത്. സോ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് 2-3 വീഡിയോ ഷൂട്ട് ചെയ്യാൻ, ബാക്കിൽ മിറർ കറക്റ്റ് തന്നെ കാണുന്നുണ്ടല്ലേ. ഓക്കെ, ഇന്നാണെങ്കിൽ എനിക്ക് 2-3 വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞു. ഞാൻ ഒന്ന് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് സ്റ്റിൽ പ്രോസസ് എഡിറ്റിങ്ങിലാണ്. അപ്പോൾ ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് എന്തോ മൂടില്ല. അപ്പോൾ ഞാൻ ഇരുന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നടന്ന് സംസാരിക്കാമെന്ന്. ഇന്ന് ഞാൻ ഈ ഒരു ചുരിദാർ സെറ്റാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇത് വേറൊരു യൂട്യൂബർ എനിക്ക് തന്നതാണ്. ദേവു തന്ന ഗിഫ്റ്റാണ് ബർത്ത്ഡേക്ക്. ദേവു ആൻഡ് ദേവു ഫാമിലീസ് അവർ തന്ന ഗിഫ്റ്റാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചുരിദാർ സെറ്റാണ്. നോർമലി ഞാൻ അങ്ങനെ ചുരിദാർ സെറ്റ് ഇടാറില്ല. ഒരു 7th 8th ആ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചുരിദാർ സെറ്റായിരുന്നു. പിന്നെ ആ ഒരു ഫാഷൻ അങ്ങോട്ട് മാറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ചുരിദാർ സെറ്റ് നിർത്തി. പക്ഷേ ഇപ്പോൾ എനിക്കെന്തോ ഈ ഒരു ചുരിദാർ സെറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു കളറാണ്, എൻ്റെ അടുത്തില്ലാത്തൊരു കളറാണ്. അതുപോലെ തന്നെ നല്ല നൈസ് ഫിറ്റിംഗ്, നൈസ് സ്റ്റിച്ചിങ് എല്ലാം അടിപൊളിയാണ്. സോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി ആളെ മീറ്റ് ചെയ്യാം അല്ലേ. അങ്ങനെ ഇതാ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിയ പാടെ ഞാൻ അവളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹഗ് ചെയ്ത് കുറച്ച് നേരം സംസാരിച്ചു. അപ്പോഴേക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓഡിയൻസിൻ്റെ ഇടയിലുണ്ടാവും, അപ്പോൾ അവിടെ ഇരിക്കാം, എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് കേട്ടോ. ഞാനാണെങ്കിൽ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്കല്ലെങ്കിലും പറഞ്ഞ സമയത്തിനായിട്ട് എപ്പോഴും കുറച്ച് നേരത്തെ എത്താനാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ നേരത്തെ എത്തി കുറച്ച് നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും ഇതാ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായി. ടോട്ടൽ 5 സ്റ്റുഡൻസിൻ്റെ അരങ്ങേറ്റമായിരുന്നു കേട്ടോ ഇന്നുണ്ടായിരുന്നത്. അതിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇവരെല്ലാം ഓൺലൈനിലാണ് ഇത് പഠിച്ചത്. അതായത് നേരിട്ട് ഇവളുടെ അടുത്ത് വന്ന് പഠിക്കല്ലോ, ഓൺലൈനിലാണ് പഠിച്ചത്. ഞാൻ കേട്ടിട്ടുണ്ട് വീഡിയോസിൽ പറയുന്നത്. എന്തായാലും അത് ഭയങ്കര എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ട്. കാരണം ഓൺലൈനിൽ പഠിച്ചിട്ട് ഇത്രയും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചത് പോയിട്ടാണ്. സ്റ്റിൽ ഞാൻ എൻ്റെ അരങ്ങേറ്റത്തിന് തെറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ 7th സ്റ്റാൻഡേർഡിലായിരുന്നു എൻ്റെ അരങ്ങേറ്റം. ഇവർ ഒരു തെറ്റ് പോലും ഇല്ലാണ്ട് നല്ല ഭംഗിയിൽ കളിച്ചിട്ട് എനിക്ക് എന്തോ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. നല്ല രസമുണ്ടായിരുന്നു. അതിൽ ഏജ്ഡായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് പറയണം, കാരണം അവരുടെ ഈ ഒരു ഏജിലും അവർ ഡാൻസ് കളിക്കുന്നുണ്ട്. ഭയങ്കര അത്ഭുതമാണ് കേട്ടോ അതൊക്കെ. ഇവരൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ കളിക്കുമ്പോൾ വർണ്ണ അവിടെ ആ സൈഡിൽ നിന്നിട്ട് അവരെങ്ങനെയാണോ കളിക്കുന്നത്, അവിടെ ഏത് സോങ് ആണോ, ഏത് എക്സ്പ്രഷൻസ് ആണോ, അതേ സെയിം പോലെ വർണ്ണയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതല്ലെങ്കിലും അങ്ങനെയാണ്, ടീച്ചേഴ്സിന് സ്റ്റുഡൻസ് കളിക്കുമ്പോൾ സെയിം എക്സ്പ്രഷൻസും പാട്ടൊക്കെ നമ്മുടെ വായിലൊക്കെ വരുമല്ലേ. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതാ ലാസ്റ്റായപ്പോൾ പറഞ്ഞേ കൂടെ സ്റ്റേജിൽ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു ഈ ഒരു 5 സ്റ്റുഡൻസ് മാത്രമാണ് ഇറങ്ങിയിട്ട് ചെയ്യുന്നുണ്ടാവുകയെന്നാണ്. പക്ഷേ ലാസ്റ്റ് ഡാൻസിന് പറഞ്ഞേയും കൂടിയിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് മിനിറ്റ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇതൊട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ അവളുടെ ഡാൻസ് ഇപ്പോഴും ഇങ്ങനെ ഫോണിലാണ് കണ്ടേക്കുന്നത്, സ്ക്രീനിൽ. ഇതിപ്പോൾ നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. എക്സ്പ്രഷൻസും സ്റ്റെപ്സും എല്ലാം അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒറിജിനൽ മ്യൂസിക് ഒന്നും എനിക്കിതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ കൂടുതലും വോയിസ് ഓവർ ചെയ്യുന്നതും വേറെ മ്യൂസിക് ആഡ് ചെയ്യുന്നു. കാരണം നമ്മുടെ ചാനലിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യാത്തത്. എനിക്ക് എന്തായാലും ഡാൻസ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ തന്നെ സ്റ്റേജിൽ ഇവളുടെ കോസ്റ്റ്യൂം അടിപൊളിയാണ്. നല്ല രീതിക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ലൈറ്റിൽ എന്തായാലും അടിപൊളി ഡാൻസ് അരങ്ങേറ്റമായിരുന്നു. ഒരു 3/4 മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ ടോട്ടല്. അരങ്ങേറ്റം കഴിഞ്ഞ് പിന്നെ സ്റ്റേജിൻ്റെ ഉള്ളിൽ തന്നെ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവളെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറച്ച് അധികം നേരം സംസാരിച്ചു കേട്ടോ. എന്നാലും നമുക്ക് അധികം സംസാരിക്കാൻ പറ്റിയില്ല, കാരണം സ്റ്റുഡൻസിൻ്റെ ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവളെ അധികം പിടിച്ചു നിർത്തിയില്ല കേട്ടോ. അവളോട് ഞാൻ പൊക്കോളൂ എന്ന് പറഞ്ഞു, കാരണം എല്ലാവരും വെയിറ്റിംഗ് ആണ് അവൾക്ക് വേണ്ടിയിട്ട്. സോ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചു, നമ്മൾ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഫോണിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാനായിട്ട് നല്ല ക്യൂട്ട് ഫേസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പുറത്തുനിന്ന് തൊഴുത് ഇറങ്ങി. കാരണം സമയം ഇപ്പോൾ ഏകദേശം ഒരു 9:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഡാൻസൊക്കെ കണ്ട് ആ വീട്ടിലെത്തിയിട്ടുണ്ട്. ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല കേട്ടോ. ഞാനിപ്പോൾ തന്നെ എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. വർണ്ണനെ കണ്ടു. കുറേ കാലമായിട്ട് കാണണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ എത്രയോ വട്ടം നമുക്ക് കാണാനുള്ള ചാൻസ് കിട്ടിയിട്ടും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തോ ഒരു തടസ്സം പോലെയായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ കണ്ടു. ശരിക്കും പറഞ്ഞാൽ വീഡിയോയിലുള്ളതിനേക്കാട്ടും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നല്ല കുഞ്ഞു മുഖം, നല്ല കുഞ്ഞു ഫേസ്. എനിക്കിതെന്തോ ഇങ്ങനെ ലോങ്ങിന്ന് കണ്ടപ്പോൾ തന്നെ ഹായ് അടിപൊളി, നല്ല ഭംഗി. ഇങ്ങനെ നമ്മൾ മനസ്സിൽ തന്നെ പറയുമല്ലോ, ചില ആളുകളെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയുള്ള ആളുകൾ കാണുമ്പോൾ പിന്നെ എന്ത് രസം കാണാമെന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞു കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. കോസ്റ്റ്യൂം പ്രത്യേകിച്ച് പറയണം, കോസ്റ്റ്യൂം അടിപൊളി. എനിക്ക് ധാവണീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഇന്ന് വരെ ധാവണി അടിപൊളി കളർ കോമ്പിനേഷനായിരുന്നു കേട്ടോ. യെല്ലോ, അതുപോലെ തന്നെ റാണി പിങ്ക്. അവളിതിന് മുന്നേ ഒരു വട്ടം വേറെ ചെയ്തിട്ടുണ്ട്, ഒരു തത്തമ്മ പച്ചയും പിങ്കും. അതിനേക്കാളും എത്രയോ ഭംഗിയുണ്ടായിരുന്നു ഇന്ന് വേറെ ചെയ്തത്. എനിക്ക് അതും നല്ല ഇഷ്ടമായിട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ, പച്ചയും പിങ്കും. പക്ഷേ ഇന്ന് ഞാൻ വേറൊരു ലുക്കാണ് ഞാൻ അവളിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നുമല്ല ഗൈസ്, നല്ല രസമുണ്ടായിരുന്നു. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. ഇന്നത്തെ അവളുടെ ഡ്രസ്സും ലുക്കും എല്ലാം കൊണ്ടും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ കുറേ നമ്മൾ സംസാരിച്ചു. ആദ്യം കുറച്ച് നേരം നമുക്ക് സംസാരിക്കാൻ പറ്റിയുള്ളൂ. പിന്നെപ്പോഴേക്കും ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമുക്ക് അധികം അവിടെ സംസാരിക്കാൻ പറ്റില്ല. അരങ്ങേറ്റം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 8:45 തുടങ്ങി 9:30 വരെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു. 5 സ്റ്റുഡൻസാണ് ഇന്ന് അരങ്ങേറ്റം ചെയ്തത്. അതിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതെനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു അട്രാക്റ്റീവായ പോലെ എനിക്ക് തോന്നിയിട്ട് ഈ ഒരു അരങ്ങേറ്റത്തിൽ. കാരണം ഞാൻ അങ്ങനെ ഏജ്ഡ് ആയ ആളുകൾ അങ്ങനെ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടില്ല, വളരെ അപൂർവമാണ്. അവർ അരങ്ങേറ്റം ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഇതെൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ അരങ്ങേറ്റം ചെയ്യുന്നത്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. അവരുടെ ഉള്ളിലുള്ള ഒരു സംഭവമില്ലേ, അത് അടിപൊളി. അതിനെ ഇത്രയും നല്ല മനോഹരമാക്കി എടുത്തത് വർണ്ണയാണ്. അതും അടിപൊളി. അപ്പോൾ ഡാൻസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എൻ്റെ മോഹിനിയാട്ടം ഒന്ന് കംപ്ലീറ്റ് ചെയ്താലോ. കാരണം ഞാനത് പകുതിക്ക് വെച്ചിട്ട് നിർത്തിയതാണ്. സോ അത് കംപ്ലീറ്റ് ചെയ്താലോ, അരങ്ങേറ്റം ചെയ്താലോ എന്നിങ്ങനെ ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചിട്ട് അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കളിക്കണ കാണാനായിട്ട്. എല്ലാവരും നല്ല ഭംഗിയിലാണ് കേട്ടോ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബാക്ക് സ്റ്റേജിൽ അല്ലെങ്കിൽ സൈഡ് സ്റ്റേജിൽ നിന്നിട്ട്
വർണ്ണയുടെ എക്സ്പ്രഷൻസ് ആയാലും പക്ഷെ വർണ്ണയുടെ എല്ലാം നല്ല ഇഷ്ടമായി. ഞാനതൊക്കെ നല്ല രീതിക്ക് ക്യാപ്ചർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അതായത് ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് കളിക്കുമ്പോൾ ടീച്ചേഴ്സിന് ഒരു ഭയങ്കര ഉള്ളിലൊരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ, അത് കറക്റ്റ് അവളുടെ ഫേസിലെല്ലാം കാണുന്നുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവളായിട്ട് എന്താ പറയുക വീഡിയോസ് എടുക്കാൻ അധികം പറ്റിയിട്ടില്ല. കാരണം എനിക്കറിയില്ല, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് കുറേ സംസാരിച്ചു കേട്ടോ. ഞാൻ അവളോട് പറഞ്ഞു നിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വിഷ് ചെയ്തു കേട്ടോ, ബർത്ത്ഡേ ആണെന്ന് അവളുടെ. അപ്പോൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം നേരത്തിന് കിട്ടിയില്ല. സോ ഞാനതെന്തായാലും കൊറിയർ അയക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് അവൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച സംഭവമായിരുന്നു. അവളെ നേരിട്ട് കാണുമ്പോൾ കൊടുക്കുക എന്നുള്ള രീതിയിൽ. പക്ഷെ പറ്റിയില്ല. അത് എന്തായാലും കൊറിയർ അയക്കും. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ കാണണം. കുറച്ച് കാര്യങ്ങൾക്ക് സംസാരിച്ചു. അധികം നമുക്ക് സമയം കിട്ടിയില്ല. കാരണം ടീച്ചറാണ്, അരങ്ങേറ്റം കഴിഞ്ഞിട്ടേ ഉള്ളൂ, സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. സ്റ്റുഡൻസിൻ്റെ ബാക്കി ഫോട്ടോസും വീഡിയോസും അമ്പലത്തിൻ്റെ അടുത്ത് എടുക്കാനുണ്ട്. സോ ഞാൻ അധികം അവളുടെ ടൈം വേസ്റ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു നമുക്ക് കാണാം. അവളും പറഞ്ഞു ഞാൻ പിന്നെ ഇനിയും വരാമെന്ന് പറഞ്ഞു. സോ ഇനിയും കാണാം. വീട്ടിലേക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്കും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഖിലേട്ടനെ കണ്ടു, വർണ്ണയുടെ ഹസ്ബൻഡിനെ കണ്ടു. പുള്ളിക്കാരൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ആളായിട്ട് സംസാരിച്ചു. ആൾ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്ത് തന്നിട്ടുണ്ട്, വീഡിയോസും. ഞാൻ എൻ്റെ ഫോണിൽ ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ അഖിലേട്ടൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അയച്ചുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ. യെസ്, അപ്പോൾ അങ്ങനെ ഫൈനലി ഐ മെറ്റ് ഹെർ. എനിക്കിങ്ങനെ യൂട്യൂബേഴ്സിനെ കാണുക, മീറ്റ് ചെയ്യാൻ പോകുകയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആളുകളെ നമ്മൾ നേരിട്ട് കാണുമല്ലോ. ചിലപ്പോൾ അതായിരിക്കാം എനിക്കെന്തോ ഭയങ്കര ഇഷ്ടം. ഞാൻ ആദ്യമായിട്ട് കണ്ട യൂട്യൂബർ എനിക്ക് തോന്നുന്നു രൂപയാണ്. രൂപ തന്നെയാണ് കണ്ടത് ദുബായിൽ വെച്ചിട്ട്. പിന്നെ ദേവു, പിന്നെ ശ്രുതി ചേച്ചി, ഇപ്പോൾ ഇതാ വർണ്ണ. എൻ്റെ ഫ്രണ്ട്സിൽ ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാവരും ഞാനിപ്പോൾ കണ്ടു കഴിഞ്ഞു യൂട്യൂബേഴ്സ്. ഇനി വളരെ കുറച്ച് പേരെ ഇനി ഉള്ളൂ കാണാനായിട്ട്. വിജിതനെ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ. സോ ഞാൻ കുറേ പേരൊക്കെ കണ്ടു. ഇനിയും കുറച്ച് പേരെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം എത്രയും പെട്ടെന്ന് എന്തായാലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും അത്രയേ ഉള്ളൂ. ഭയങ്കര ഹാപ്പിയാണ് ഇന്നൊരു ഫുൾ ബിസി ഡേ ആയിരുന്നു. ഒരു 2-3 ലോങ് വീഡിയോ ഒന്ന് എടുത്തു, അത് എഡിറ്റ് ചെയ്തു. പിന്നെ ഇന്ന് വർണ്ണേനെ കണ്ടു. ഭയങ്കര ഒരു എന്താ പറയുക, ഇന്ന് ഫുൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അപ്പം അങ്ങനെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ലവ് യു ഓൾ.